ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടി വിശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശേഷമാണ്. നമ്മുടെ ബേബൂട്ടി ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂൾ പോവാണ് കേട്ടോ. എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ആൾ ഇറങ്ങി. ഹാപ്പി ആയിട്ട് ഇറങ്ങുമ്പോഴും അവിടെ ചെന്ന് കരയോ ഇല്ലേതായിരുന്നു എൻ്റെ ഏക ഡൗട്ട്. പക്ഷെ ഞാനങ്ങ് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ വളരെ സ്മാർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂട്ടിയിലൊക്കെ കയറി വിറപ്പിച്ച് നേരെ എത്തി. ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ളൂ, അത്രയും ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അപ്പം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പാലച്ചിറ. ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് പാലച്ചിറയാണ്. പാലച്ചിറ നമ്മുടെ ഗ്ലോബൽ സ്മാർട്ട് സ്കൂൾ തന്നെയാണ്, ഇന്റർനാഷണൽ സിലബസ് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നല്ലൊരു സ്കൂളും നല്ല ടീച്ചിങ് എല്ലാം അടിപൊളിയാണ്. അവിടെ നമ്മുടെ പ്ലേ ക്ലാസ്സിന് മാത്രമായിട്ടായിരുന്നു അന്നത്തെ വെൽക്കമിങ്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ കുട്ടി സീനിയേഴ്സ് എല്ലാവരോടും ചേർന്ന് നല്ല അടിപൊളി വെൽക്കം പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു. ബേബുവും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ബേബു ഇങ്ങനെ നോക്കുമായിരുന്നു, എന്താ ഇവിടെ നടക്കുന്നത്, സ്കൂളാണോ അതോ ഡാൻസ് ആണോ എന്തൊന്നും അറിയൂടെ. അത് ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഡെഡിക്കേഷൻ ഞാൻ സത്യം പറഞ്ഞാൽ സല്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആൾക്ക് ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. ഞാൻ വിചാരിച്ചു കൊളാവുന്നു. പക്ഷെ ആള് അറ്റ് ദ ടൈം ഓഫ് ദ മൊമെന്റ് എന്ത് ചെയ്തു, ആള് വളരെ സ്മാർട്ടായി. ഞാൻ പിന്നെ പറഞ്ഞു ഇവിടെ പാർക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, സ്ലൈഡൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു, തംസപ്പ് ഒക്കെ ചെയ്ത് പോയി. അപ്പം ഞാൻ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു വരും, അവിടം വരെ പോകുള്ളൂ എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് നിന്നെങ്കിലും ആള് ഞങ്ങളെ വിട്ടങ്ങ് പോയി ഗൈസ്. പിന്നെ ഞാൻ കുറച്ചു നേരം നോക്കിയപ്പോഴും ആളെ തിരിച്ചു കാണുന്നില്ല. അപ്പോൾ അവൾ ഓക്കെയാന്ന് വിചാരിച്ചു. പിന്നെ പാവം ഞങ്ങളുടെ അവിടുത്തെ കുട്ടി പട്ടാളങ്ങളൊക്കെ കരയുന്നുണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. ഞാനും ഒരു സമയത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന്. പക്ഷെ ഞങ്ങളെ മോള് സ്മാർട്ടായിരുന്നു. ഞങ്ങളപ്പോൾ തന്നെ തിരിച്ചു ഓടുന്നത്. ഹാപ്പി ഡേ, ബൈ.